ഹലോ ഗൈസ്, റിനു റിച്ചു വ്ളോഗ്സിന്റെ ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പതിവ് പോലെയുള്ള കുക്കിംഗ് വീഡിയോസുമായിട്ടല്ല. ഞങ്ങൾ ഇന്നലെ ചെറിയൊരു ഔട്ടിങ്ങിന് പോയി. അതിലെ കുറച്ച് കൗതുകമേറിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ പാർക്കിലേക്ക്. ചെത്തല്ലൂരിലെ അത്തിപ്പറ്റയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ 3 തട്ടുകളിലായാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പോകുമ്പോൾ രാവിലെയോ ഉച്ചയോ വൈകുന്നേരമോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ നിലകൊള്ളുന്നത്. 100 രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീസായിട്ട് ഈടാക്കുന്നത്. ഒരുപാട് പെറ്റ്സിനെയാണ് നമുക്ക് ഈ പാർക്കിനകത്ത് കാണാൻ കഴിയുന്നത്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റൈഡുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2 കോടിയിലധികം ചിലവ് വരുന്ന പല പ്രൊജക്റ്റുകളും ഇനി ഇവിടെ തന്നെ നടപ്പാക്കാൻ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാർക്കിനകത്ത് തന്നെ ഐസ്ക്രീം പാർലർ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ യാത്രയ്ക്ക് എത്തുന്ന കുട്ടികൾക്കായിട്ടുള്ള ഉച്ചഭക്ഷണവും അവർ അവിടെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നതാണ്. ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ പാർക്കിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന പെറ്റ്സുകൾ തന്നെയാണ്. പ്രദേശത്തെ മാത്രമല്ല വിദേശത്തെ ജീവികളെയും ഇവിടെ നമുക്ക് കാണാനായി കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം നിറഞ്ഞ ഒരു പാർക്കാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ഡോഗ്സുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ വിവിധ തരത്തിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ആടുകളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കൂടാതെ ബാബു എന്ന ഒട്ടകവും കുതിരകളും കൂട്ടത്തിൽ ഒരു കഴുതയും നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയുള്ള അക്വേറിയത്തിലെ മീനുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ നിന്നും അവ കൊത്തിയെടുക്കുന്ന ആ കാഴ്ച വളരെ രസകരം തന്നെയാണ്. ആടുകൾക്കിടയിൽ നമുക്കിവിടെ 2 കൂടുകളിലായി 2 ഒട്ടക പക്ഷികളെയും നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ വിവിധ തരത്തിലുള്ള ക്യാറ്റുകളും ഇവിടെ കാണാൻ കഴിയും. ഈ സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് കയറി ചെല്ലുന്നത് ഏറ്റവും മുകളിലത്തെ തട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പെറ്റ്സിനെ കാണാനായിട്ട് കഴിയും. കാണുക മാത്രമല്ല അവകളെ നമുക്ക് കയ്യിലെടുക്കാനായിട്ടും സാധിക്കും. മുകളിലത്തെ തട്ടിലേക്ക് കയറുന്നതിനോട് തൊട്ടടുത്തായിട്ടാണ് കഴുതയുടെ കൂട് സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത നിറത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കഴുതയെയാണ് നമുക്ക് ഈ കൂടിനകത്ത് കാണാൻ കഴിയുന്നത്. വെളുത്ത നിറത്തിലുള്ള കഴുതയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തന്നെയാണ് തോന്നിയത്. ഈ പാർക്കിലുള്ള എല്ലാ ജീവികളുടെയും ഭക്ഷണ കാര്യത്തിലും പരിപാലനത്തിനുമായി പ്രത്യേകം ആളുകളെ ഇവർ നിയമിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അതായത് ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ 2 നിലകളിലായിട്ടാണ് പെറ്റ്സുകളെ കൂട്ടിലാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാ കൂട്ടിനകത്തേക്കും നമ്മൾക്ക് കയറാനും അവകളെ കയ്യിലെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പക്ഷികളുടെ കോലാഹലമായിരിക്കും നമുക്ക് കേൾക്കുക. ഇവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഈ പക്ഷിയെയാണ്. ഇതിന് പ്രത്യേകതരം ട്രെയിനിങ് കൊടുത്തതിനാൽ ഈ പക്ഷിയെ നമുക്ക് തോളത്തെടുക്കാനും കയ്യിലെടുക്കാനും തീറ്റ കൊടുക്കാനും എല്ലാത്തിനും സാധിക്കും. പിന്നെ ചെറിയ ചെറിയ കൂടുകളിലായി ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അണ്ണാൻ വർഗത്തിൽപ്പെട്ട വ്യത്യസ്തമായ മലയണ്ണാനുകളെയും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കൂടാതെ മുള്ളൻ പന്നിയെ പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ ഒരു തരം ജീവികളെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവകളെ കാണുക മാത്രമല്ല നമുക്ക് കൈകളിൽ എടുക്കാനായിട്ടും സാധിക്കും. കൂടാതെ ഇവിടെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള മുയലുകളെയും പൂച്ചകളെയും ഒക്കെ കാണാനായിട്ട് സാധിക്കും. വിവിധ തരത്തിലുള്ള അണ്ണാനുകൾക്ക് പുറമെ ഓന്തിന്റെ ഗണത്തിൽപ്പെട്ട പല വെറൈറ്റീസും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിവിധ നിറത്തിലും വിവിധ രൂപത്തിലും ഉള്ളവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉടുമ്പിനെ പോലെയുള്ള ഒരു ജീവിയെയും ഞങ്ങൾ അവിടെ കാണാനിടയായി. കൂടാതെ 1-2 വിധത്തിലുള്ള പാമ്പുകളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. കാണുക മാത്രമല്ല നമുക്ക് കയ്യിലെടുക്കാനും സാധിക്കും. വെളുത്ത നിറത്തിലുള്ള എലികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ പാമ്പുകൾ നല്ല മനോഹരമായിട്ട് കാണുന്നുണ്ടെങ്കിലും പേടി കാരണം ഞങ്ങൾ അവയെ കയ്യിലെടുക്കാനൊന്നും പോയില്ല. അവയ്ക്ക് വിഷമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും തോളിലിടാനും കയ്യിലെടുക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് പക്ഷിക്കൂടിനകത്തേക്ക് കടന്നുകൊണ്ട് കയ്യിൽ തീറ്റ എടുത്ത് കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്.
ആ കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. കൂടാതെ കോഴി ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴികളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ജീവികൾ തന്നെയെല്ലാം. കോഴികൾക്ക് പുറമെ നമുക്കിവിടെ ക്യാറ്റുകളെയും കാണാൻ കഴിയുന്നുണ്ട്. പൂച്ചകൾക്ക് പുറമെ ഇവിടെ നമുക്ക് പ്രാവുകളെയും കാണാനായിട്ട് കഴിയും. ആകെ കൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പല ജീവികളെയും ഭയം കാരണം ഞങ്ങൾ കയ്യിലെടുക്കാനൊന്നും പോയിട്ടില്ല. എല്ലാം വിട്ടുനിന്ന് വീക്ഷിക്കാനേ ഞങ്ങൾ നിന്നുള്ളൂ. ഇവിടുത്തെ കാഴ്ചകൾ ഒന്നിനോടൊന്ന് മെച്ചമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കൂടാതെ കൂടിനകത്ത് ഒരുപാട് തരത്തിലുള്ള കിളികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തത്തയുടെ ഗണത്തിൽപ്പെട്ടിട്ടുള്ള കിളികൾ തന്നെയാണ് ഏറെക്കുറെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിനും പുറമെ ഇവരുടെ കോലാഹലം കാതിന് വളരെ കുളിർമയേകി. രണ്ടാമത്തെ നിലയിൽ ആണ് പക്ഷികളെ കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് കോണിപ്പടികൾ കയറിക്കൊണ്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. ഇവകളുടെ കൂടിനകത്തുള്ള ഭക്ഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൈകുന്നേര സമയത്താണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഭക്ഷണം കൂടുതലായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചെറുധാന്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളതായി കാണാൻ സാധിച്ചത്. ഉച്ച സമയത്ത് വെയിലാവും എന്ന് ഭയന്നാണ് ഞങ്ങൾ വൈകുന്നേര സമയം സെലക്ട് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഉച്ച സമയത്തിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യവും ഇല്ല എന്ന്. പാർക്കിനകത്ത് നമുക്ക് വെയിൽ അനുഭവപ്പെടുന്നേ ഇല്ല. വിശാലമായ തെങ്ങിൻതോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണിത്. അപ്പോൾ ഗൈസ്, കിളികളുടെ കോലാഹല ശബ്ദം നിങ്ങൾ കൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അല്പം ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭയം തോന്നിയത് ഈ പാമ്പിനെ തന്നെയാണ്. അവർ ഒരുപാട് നിർബന്ധിച്ചു അതിനെ കയ്യിലെടുക്കാൻ വേണ്ടി. പക്ഷേ പേടി കാരണം ഞങ്ങൾ ആരും തന്നെ അതിനെ കയ്യിലേറ്റു വാങ്ങാൻ സമ്മതിച്ചില്ല. തീരെ വിഷമില്ലാത്ത പാമ്പുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ഈ പ്രകൃതിയുമായി ഒത്തിണങ്ങി ജീവിക്കുന്ന ഈ പക്ഷികളും ജീവജാലങ്ങളും നമ്മുടെ കണ്ണുകൾക്ക് ഒരു കുളിർമ തന്നെയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം ഞങ്ങൾ ഈ പാർക്കിനകത്ത് ചിലവഴിച്ചു. രാത്രി 8:30 വരെ ഈ പാർക്ക് ഓപ്പൺ ആയി തന്നെ ഇരിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് പാർക്കിൽ നിന്നും ഇറങ്ങിയത്. വന്ന പാടെ മുകളിലുള്ള കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ആദ്യം കയറി ചെന്നത്. മടങ്ങി പോരുന്ന സമയത്താണ് അടിയിലുള്ള കാഴ്ചകൾ ഞങ്ങൾ വീക്ഷിക്കുന്നത്. അടിയിലായിട്ടാണ് കുട്ടികൾക്കുള്ള ഈ ബോട്ടിംഗ് സ്വിമ്മിംഗ് പൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനടുത്തായിട്ട് തന്നെയാണ് കുതിരകളെയും ഒട്ടകത്തിനെയും എല്ലാം കെട്ടിയിട്ടുള്ളത്. മുകളിലുള്ള കാഴ്ചകളുടെ അത്ര മനോഹരമായിട്ട് തന്നെ ഞങ്ങൾക്ക് അടിയിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിഞ്ഞില്ല. കാരണം രാത്രി ഏറെ വൈകിയിരുന്നു.
ഈ പൂളിനോട് തൊട്ടടുത്ത് തന്നെ പുതിയതായി വരുന്ന പ്രൊജക്റ്റിൽ കുട്ടികൾക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പ്രാവർത്തികമായാൽ കുട്ടികൾക്ക് വളരെ ആകർഷകമായി തോന്നുന്ന ഒരു പാർക്കായിട്ട് തന്നെ ഇത് മാറും. 3 തട്ടുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ പാർക്കിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണ് പാർക്കിംഗ് സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കുതിരകളെയും ഒട്ടകത്തിനെയും കെട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് പോകും വഴിയിലാണ് വിവിധ തരത്തിലുള്ള കോഴികളെ ഈ കൂടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടൊന്നും ചിലപ്പോൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കുതിരയുടെ കൂടിൻ്റെ അവിടെ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒട്ടകത്തിൻ്റെ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ ഡ്രീം വില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ചിൽഡ്രൻസ് ആൻഡ് പെറ്റ്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആർക്കാടിന്റെയും പെരിന്തൽമണ്ണയുടെയും ഇടയിൽ പുത്തല്ലൂരിനടുത്ത് അത്തിപ്പറ്റ എന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ റൈഡുകളൊന്നും തന്നെ ഇല്ല. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിൽ മാത്രമുള്ള റൈഡുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ നിന്നും വിനോദയാത്രക്കായി വരുന്ന കുട്ടികൾക്ക് 10 വയസ്സിന് താഴെ പ്രായം മാത്രമേ പാടുകയുള്ളൂ. ഈ വേനൽ അവധിക്ക് കുട്ടികളുമായി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാഴ്ചകളും പുതിയ റെസിപ്പികളുമായി ഇനിയും ഞാൻ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.